സാധാ സ്കാൻ അല്ല, 100-ൽ ഒരാൾക്ക് വരണ മാത്രം അപൂർവ രോഗം എനിക്ക് രോഗമൊന്നല്ല. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ആണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ സ്വന്തം കാർ. ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഇത് നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് ഗൈസ്. എന്താണ് സ്കാൻ ചെയ്യാൻ പോയാണ്. ഇന്നലെ പോയപ്പം ഡോക്ടർ പറഞ്ഞ് സാധാ സ്കാൻ അല്ല, 100-ൽ ഒരാൾക്ക് വരണ മാത്രം അപൂർവ രോഗം എനിക്ക് രോഗമൊന്നല്ല. ഒരു ഇത് രോഗം പറയാൻ പറ്റില്ല, രോഗമല്ല. അത് ഉറപ്പായിട്ടില്ല. ഇന്ന് നമ്മൾ പോയി സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അതായത് യൂട്രസിലും ബേബി വളർന്നുണ്ട്, അല്ലാതെ തന്നെ ട്യൂബിലും വളർന്നുണ്ട്. ഒരു പേര് പറയുന്നത് അപ്പൊ അത് ഇന്നലെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ സംശയം പറഞ്ഞത് അതിപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് മെട്രോ സ്കാനിലാണ്. ഇനി സ്കാനൊക്കെ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇന്നലെ സത്യം എന്ത് ഹാപ്പി എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ സെക്കൻഡ് മന്തിന് ഫീറ്റൽ വൈബിലിറ്റിയിൽ ഒരു സ്കാൻ ചെയ്യാൻ പോയി. സത്യമായിട്ട് ഞാൻ ഹാർട്ട് ബീറ്റ് എന്ന് കേട്ടോ എനിക്ക് എത്ര വട്ടം ഇട്ടെന്നറിയാമോ. പക്കനാണ്, ഹാർട്ട് ബീറ്റ് നോർമലാണ്, വേറെ പിന്നെ വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാം പക്കയാണെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാനായിട്ട് പറഞ്ഞു എനിക്കിവിടെ ചെറിയൊരു വലിവ് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പം ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞത്. അതോടെ ഞാൻ പിന്നെ ഇവിടെ എല്ലാവരും നിലവിളിയും കരച്ചിലും വിരിച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു കേസ്, ഞാൻ അങ്ങനെയായിരുന്നേ, അമ്മ അങ്ങനെയായിരുന്നു. ഇനി ഇവ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ 2 കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അപ്പോൾ അത് എന്തെങ്കിലും അവന്മാർ പൊടി വന്നതാണെന്ന് പറഞ്ഞത്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്കിനി സ്കാൻ ഇട്ടിട്ടോ. ഞാൻ പക്ഷെ ഇത്ര കൂളായിരിക്കണം നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഇന്ന് പെട്ടെന്ന് കൂളായതാണ് കേട്ടോ. കാരണം എനിക്ക് കൂളായാൽ മാത്രം എന്തൊന്നും ബേബിക്കൊന്നും സംഭവിക്കില്ല അല്ലേ. എന്നാൽ മാത്രമേ ബേബി നല്ല രീതിയിൽ വരുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഫൈനലി നമ്മൾ എത്തി. നമ്മുടെ ടോക്കൺ നമ്പർ 9 ആണ് കേട്ടോ. അൾട്രാസൗണ്ടാണ് എടുക്കാണ്ടിരിക്കുന്നത്. ടെൻഷനുണ്ടോ? എനിക്ക് ടെൻഷനില്ല ചേച്ചി. ചിലപ്പോൾ സൂര്യനെ കാണുമ്പോൾ ടെൻഷൻ വരും കേട്ടോ. ഇതിന് മറ്റേ സ്കെലിറ്റൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ സർജറി എന്തായാലും ചെയ്യില്ല. അപ്പം എനിക്ക് ടെൻഷൻ ചിലപ്പോൾ വരും. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലല്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് മെട്രിറ്റീന ഹോസ്പിറ്റലിൽ വരുന്നത്. അവിടുത്തെ സ്കാനിങ്ങിലും കഴിഞ്ഞു. പക്ഷേ എനിക്ക് മെഡിക്കൽ ടേംസ് ഒന്നും അങ്ങനെ അറിഞ്ഞിടാത്തതുകൊണ്ട് വേറെ എന്ത് പറഞ്ഞൊന്നും അറിഞ്ഞിടാ. ഇനി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ആണെന്ന് അറിയാൻ പറ്റും. എനിക്ക് എനിക്ക് കാർഡൊക്കെ കിട്ടി മെഡിറ്ററേനിയൻ ഹോസ്പിറ്റൽ. അത് ഇതിൻ്റെ അകത്തിരിക്കണം. അതിന് പിന്നെ കാഴ്ച വീഴ്ച കാഴ്ച. നമ്മളെ സ്വന്തം കാറല്ലേ ഒരാളുടെയും. നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ സെക്കൻഡ് ഹാൻഡ് ആണ്. പക്ഷെ എന്നാലും അതന്നെ സ്വന്തം കാറെന്ന് തന്നെ സ്വന്തം കാർ അല്ലേ. അതന്നെ ഭയങ്കര ഹാപ്പി. ഇപ്പൊ നമ്മളെല്ലാരും എന്തോന്ന് ആദ്യമായിട്ട് രാത്രി ഇവിടെ എത്തിയുള്ളൂ. ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞാണ് വ്ളോഗൊക്കെ എടുക്കുക. അപ്പൊ അവന് വയ്യാന്നോ, ഒറ്റയ്ക്കിടയ്ക്കാൻ വയ്യ. ഇപ്പൊ തിരുമലയിലൊക്കെ ജസ്റ്റ് പുതിയ കാർ എടുത്തോണ്ട് ജസ്റ്റ് തിരുമലയിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് നൈറ്റ് ഇട്ടതാ പറഞ്ഞത്. സത്യം അല്ല മാച്ചി. അങ്ങനെ മാള് അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. സോ ഹാപ്പി. ഓക്കെ സോ ഗൈസ് ആദ്യം വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ എടുത്തോളൂ. സംഭവം എന്ന് പറഞ്ഞാൽ
എനിക്ക് കുറച്ച് മടിയൊക്കെ മോടിയല്ല ഗൈസ്, ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞാണ് നീ പോകുമ്പോൾ വ്ളോഗ് എടുക്കണേ. കാരണം നമുക്ക് വലിയ വ്ളോഗ് അല്ല, കാരണം ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് മന്ത് സ്കാനിങ് ചെയ്തല്ലോ, അതിന്റെ കൂടെ ചെറിയൊരു ക്ലിപ്പായിട്ട് ഇടാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ വണ്ടിയുടെ രീതിയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സംസാരിച്ചെടുക്കാനാണ് പറഞ്ഞു, ഇവ അതൊന്നും എടുത്തില്ല. അങ്ങനെ എടുക്കാതെ അതുകൊണ്ട് ഇപ്പം എന്ത് പറഞ്ഞത്, ഞാൻ നീ ഇല്ലാതെ എനിക്ക് എന്തോ ഒരു എടുക്കാൻ വേണ്ടി മടി. അത് ഞാൻ ഇല്ലാതെ ഇപ്പൊ ഒന്നും പറ്റൂല കേട്ടോ. അതിന്റെ ഒരു അവസ്ഥ ഇപ്പൊ അവന്റെ ചെറുക്കൻ. അത് അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. ഇപ്പം അമ്മൂന് എപ്പോഴും വണ്ടിയിലേക്ക് കാറില്ലാതെ നമുക്ക് പറ്റൂല, അതുകൊണ്ട് ഒരു ചെറിയ കാർ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് ഓട്ടോറിക്ഷയിൽ പോയത്, അപ്പൊ എനിക്ക് ഒന്നാമത്തെ കാര്യം അതിന് മുന്നേ നമ്മൾ കാർ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ നമ്മളെ അമ്മ, അച്ഛൻ, മാളു, ഞാൻ, പിള്ളേര്, ഏട്ടനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്കിപ്പോ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കാരണം എല്ലാരും ഓരോ, അതായത് അച്ഛൻ വണ്ടിയിലായിരിക്കും, അച്ഛനും അമ്മയും ഒരു സ്കൂട്ടറിലായിരിക്കും, മാളു പിന്നെ നമ്മള് വേറെ ബൈക്കിലായിരിക്കും. അപ്പം ഭയങ്കര മിസ്കണക്ഷൻ പോലെ ഒരിടത്തൊന്നും ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. കാർ എടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെറിയ കുഞ്ഞു ഡ്രീം ആയതുകൊണ്ട് ചെറുതായിട്ട് എടുത്ത്. അങ്ങനെ ഫുള്ള് ഇതല്ല, പേയ്മെന്റ് അല്ല, ചെറുതായിട്ട് നമ്മള് ലോൺ പോലെയൊക്കെയാണ് എടുത്തത്. എന്നാലും നമ്മുടെ ഒരു അത്യാവശ്യത്തിന് ഇയോൺ ഹുണ്ടയാണ്. അത് നമ്മൾ ഉദ്ദേശിച്ച കളറിന്റെ കിട്ടിയത്, ബ്ലൂ കളർ. സത്യം ബ്ലൂ കളർ. ഞാൻ കുറച്ചും കൂടെ ഒരു മറ്റേ ഇറച്ചി നിൽക്കുന്ന ബ്ലൂ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കിട്ടിയോണ്ട് ഹാപ്പി. നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടി, നമുക്ക് ഉദ്ദേശിച്ച ടൈമില് കിട്ടി. സത്യം നമുക്ക് ലക്കാണ് കേട്ടോ. വാ വന്നോണ്ട് അതാണ് കാറ്. നമ്മളിപ്പോ പോയിട്ട് വീട്ടിലിപ്പോ കയറിയതേ ഉള്ളൂ. ഇനി അടുത്ത കാറ് അടുത്ത വാവേരെ വിശേഷം. വാവേരെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പേടിച്ചതുപോലെ ഒന്നും ഇല്ലായിരുന്നു. സ്കാൻ ചെയ്തപ്പോ അവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പം ചെറിയൊരു ഡൗട്ട് അടിച്ചതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ബേബി ഓക്കെയാണ്. എന്നിട്ട് ജസ്റ്റ് ഇപ്പം സിസ്റ്റം ഉണ്ട്, പിന്നെ സിസ്റ്റ് ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, ക്ലോട്ടിങ് ഉണ്ട്. സിസ്റ്റ് ക്ലോട്ട് ഒന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡോക്ടറിന് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. അതിന്റെ ക്ലോട്ട് അപ്പം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ട്രാവൽ ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും വലിയ കുഴപ്പമില്ല, എല്ലാം മാറിക്കോളും എന്നാണ് പറഞ്ഞത്. വലിയ കുഴപ്പമില്ലാത്തതാണ്. മിക്കുള്ളവർക്കും വരുന്ന തന്നെയാണെന്ന് പറഞ്ഞു. മിക്കുള്ളവർക്ക് എന്നല്ല, പൊതുവെ എല്ലാവർക്കും വരും എന്ന് പറഞ്ഞിപ്പോ ഒരുമിച്ച് 3 വരൂല. ചിലപ്പോ ചിലവർക്ക് ഇത് ഓരോരോ സാധനങ്ങളായിട്ട് വരും. പക്ഷെ എനിക്ക് ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ മാത്രം പറഞ്ഞു. റെസ്റ്റ് എടുക്കണം, പിന്നെ ട്രാവൽ വെള്ളമൊക്കെ കുടിക്കണം, ഫുഡ് കഴിക്കണം. ഫുഡ് വലിച്ചേരി കഴിക്കാനല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ വേറെ അങ്ങനെ നല്ല ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, സ്റ്റെയർ ഇറങ്ങാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇന്ന് നമ്മള് ഏകദേശം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ നമ്മള് പേടിച്ചാണ്. ഞാൻ പക്ഷെ കൂളായിരുന്നു കേസ്, അമ്മയും ഇവരും ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ പക്ഷെ ഡോക്ടർ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പുഞ്ചിരിയോട് പറഞ്ഞു വരുന്നത്. നമ്മള് 3 പേരും പല്ല് കണ്ടോ, ട്യൂബ്ലൈറ്റ് അടിച്ച പോലെ ചിരിയായിരുന്നല്ലേ, ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. സത്യം കണ്ണൊക്കെ ഇങ്ങനെ തുറന്നായി. ഭയങ്കര ഹാപ്പി മൂമെന്റ്. ഹാർട്ട് ബീറ്റ് പറഞ്ഞല്ല? ഞാൻ പറഞ്ഞില്ല, ഹാർട്ട് ബീറ്റ് കേട്ടോ, നമ്മള് കേട്ടില്ല, അമ്മു കേട്ട്. അതിന് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടേ എല്ലാവർക്കും കേൾപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞ കാര്യം വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഹാർട്ട് ബീറ്റ് എനിക്ക് ആദ്യം കേൾപ്പിച്ചത് ഹാർട്ട് ബീറ്റാണ്. ഞാൻ 4 വട്ടം എനിക്ക് കേൾപ്പിച്ചത് കേട്ടോ. ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, കേൾക്കുന്ന എന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്ന അങ്ങനെ ഇങ്ങനെ സത്യമായിട്ട് അത് കേട്ടപ്പോ ഉണ്ടല്ലോ, കണ്ണീന്നും വെള്ളം വന്ന് എന്റെ ചിരി തന്നെ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന. പിന്നെ ഡോക്ടറെ ചോദിച്ചു, ഡോക്ടറെ ഞാൻ വീഡിയോ എടുത്തോട്ടാന്ന് ചോദിച്ചാൽ ഡോക്ടർ ഇപ്പൊ എടുക്കണം, ഞാനിപ്പോ ഗ്രോയിങ് സ്റ്റേജ് അല്ലേ, കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ചെയ്യട്ടെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രമേ കേൾപ്പിച്ചു, മേ ബി ഗ്രോയിങ് സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് മാത്രം കേൾപ്പിച്ചത്. കുറച്ചും കൂടെ കഴിയുമ്പം എല്ലാവർക്കും കേൾപ്പിച്ചായിരിക്കാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്കിവിടെ സൈഡില് റൈറ്റില് ചെറിയൊരു വേദനയില്ല, ഒരു വലിവ് പോലെ ഇങ്ങനെ ഒരു സാധനം പിടിക്കുന്ന പോലെ. അപ്പോഴാണ് ഡോക്ടർ എന്തോന്ന് പറഞ്ഞത്, അപ്പോഴാണ് ചിലപ്പം മറ്റേ അപ്പോഴാണ് ചെറിയ ഡൗട്ട് അടിച്ചത്. ഇതേപോലെ ട്യൂബിൽ ഇനി കുഞ്ഞുണ്ട്, പിന്നെ ഇവിടെയും കുഞ്ഞുണ്ടോ സംശയം. ഡൗട്ട് അടിച്ചതേ ഉള്ളൂ കേട്ടോ, കൺഫേം ആയിരുന്നല്ലേ. യൂട്രസിൽ എന്തായാലും ഉണ്ട്, പക്ഷെ ബേബി പക്ക ഹെൽത്തിയാണ്, നോർമലാണ്, നോർമൽ ഹാർട്ട് ബീറ്റ്. ബേബിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടറിന് ഒരു ഡൗട്ട് ഇനി ട്യൂബിലും കൂടെ ഉണ്ടോന്ന്, കാരണം അതുകൊണ്ടാണോ വേദന പറയണമെന്ന്, വേദന പറയണമെന്ന് ഒരു ഡൗട്ടാണ്. അപ്പം ഇന്നലെ പറഞ്ഞു സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ആ സാധനം കുത്തിയിട്ട് തന്നെ ഗൈസ്, എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഇത്രയും നീളമുള്ള സാധനം ഉണ്ട്. അത് മാത്രമേ എനിക്ക് ഇച്ചിരി വേദന എടുത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
സംഭവം ഇനി- പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് കൈ തന്നെ എടുക്കണം. എനിക്ക് രാവിലെ തൊട്ട് പെർമിഷൻ അടിച്ച് പറയണമെന്നുണ്ട്. രാവിലെ തൊട്ട് ഓട്ടമാണ്. അങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി അമ്മു ആഹാരമൊക്കെ കഴിച്ച് കിടക്കുകയായിരിക്കും. അപ്പം ഓ അങ്ങനെ ഞാൻ ഇപ്പൊ ഇപ്പം കിടക്കണേ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കും. ഓക്കെ, അപ്പം ബൈ ബൈ. ലവിത്തേക്കും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അമ്മയും അച്ഛനും മാളും കാണിക്കാത്ത മെയിൻ റീസൺ എന്താണ്? അവരെല്ലാം ബിസിയാണ് കേട്ടോ. അപ്പൊ അവരെന്നെ പറഞ്ഞു അത് ഫുഡ് കഴിക്കാൻ പോയി, നമ്മൾ അവർ കഴിക്കാൻ ഫുഡ് പോയി. കഴിക്കുന്നു, പിന്നെ അമ്മ കുക്ക് ചെയ്യുന്നു. അപ്പൊ അമ്മ എന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ ഇൻട്രോ അല്ല ഫിനിഷ് ചെയ്ത് വീഡിയോ Okay. ഫിനിഷ് ചെയ്ത്. ഓക്കെ, അപ്പൊ ലവ് ടേക്ക് കെയർ.